ചിങ്ങം രാശിയിലേക്ക് സൂര്യൻ പ്രവേശിക്കുന്ന മലയാളികൾക്കേറെ പ്രിയപ്പെട്ട പൊന്നിൻ ചിങ്ങമാസം പിറക്കുന്ന കാലഘട്ടമാണ് 2026 ഓഗസ്റ്റ്. തൃക്കട്ട നക്ഷത്രം വൃശ്ചിക രാശിയിൽ വരുന്ന നക്ഷത്രമാണ്. ബുധൻ ഭരണാധിപനായ ഈ നക്ഷത്രക്കാർക്ക് സ്വതവേ തന്നെ ബുദ്ധിപരമായ കൗശലവും സാഹചര്യങ്ങളെ വിലയിരുത്താനുള്ള കഴിവും കൂടുതലായിരിക്കും. 2026 ഓഗസ്റ്റ് മാസം എന്നത് കർക്കിടകത്തിന്റെ മഴമറകളിൽ നിന്ന് ചിങ്ങത്തിന്റെ വെളിച്ചത്തിലേക്കുള്ള മാറ്റമാണ്. ഈ മാസം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് നൽകുന്നത് വലിയ മാറ്റങ്ങളുടെ സാധ്യതകളാണ്. നിങ്ങളുടെ കർമ്മബലങ്ങളും ഗ്രഹനിലകളും അനുസരിച്ച് തുറന്നു കിട്ടാവുന്ന വാതിലുകളെ കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. ഓണം ഓഗസ്റ്റ് മാസത്തിന്റെ അവസാന ഭാഗത്തായി വരുന്നത് കൊണ്ട് തന്നെ ആഘോഷങ്ങളുടെയും ഒത്തുചേരലുകളുടെയും ഒരു അന്തരീക്ഷം ഈ മാസത്തെ സജീവമാക്കും. തൃക്കേട്ട നക്ഷത്രക്കാരുടെ കരിയറിൽ 2026 ഓഗസ്റ്റ് ഒരു വഴിത്തിരിവാകാൻ സാധ്യതയുണ്ട്. ഇതിനെ വിവിധ ഉപവിഭാഗങ്ങളായി തിരിച്ച് പരിശോധിക്കാം. സർക്കാർ അല്ലെങ്കിൽ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് ഈ മാസം പുതിയ ഉത്തരവാദിത്തങ്ങൾ തേടി വരാൻ ഇടയുണ്ട്. ബുധന്റെ സ്വാധീനം നിങ്ങളുടെ ആശയവിനിമയ ശേഷിയെ വർദ്ധിപ്പിക്കും. അതിനാൽ മീറ്റിംഗുകളിലോ ചർച്ചകളിലോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ശ്രദ്ധിക്കപ്പെടാൻ സാധ്യതയുണ്ട്. സ്ഥാനക്കയറ്റത്തിനായുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിൽ അതിൽ അനുകൂലമായ ഒരു തീരുമാനം പ്രതീക്ഷിക്കാം. എങ്കിലും സഹപ്രവർത്തകരിൽ നിന്നുള്ള ചെറിയ തോതിലുള്ള മത്സരങ്ങളെ അതിജീവിക്കേണ്ടി വന്നേക്കാം. ദൂരസ്ഥലങ്ങളിലേക്ക് ജോലി സംബന്ധമായി മാറാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള വഴികൾ തെളിയാൻ സാധ്യത കാണുന്നു. പ്രത്യേകിച്ച് ഓഗസ്റ്റ് പകുതിയോടെ അനുകൂലമായ വാർത്തകൾ ലഭിച്ചേക്കാം. സ്വന്തമായി ബിസിനസ് ചെയ്യുന്ന തൃക്കേട്ടക്കാർക്ക് ലാഭകരമായ ഒരു മാസമാകാൻ സാധ്യതയുണ്ട്. ബിസിനസ്സിൽ പുതിയ പങ്കാളികളെ ചേർക്കുന്നതിനോ അല്ലെങ്കിൽ മൂലധനം വർദ്ധിപ്പിക്കുന്നതിനോ ഉള്ള സാഹചര്യങ്ങൾ ഒത്തുവരാം. ചിങ്ങം 1 ശേഷം പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ പലരും താല്പര്യം കാണിക്കും. നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്കോ സേവനങ്ങൾക്കോ വിപണിയിൽ കൂടുതൽ സ്വീകാര്യത ലഭിക്കാൻ ഇടയുണ്ട്. ഉപഭോക്താക്കളുമായുള്ള ബന്ധം മെച്ചപ്പെടുന്നതിലൂടെ ദീർഘകാല നേട്ടങ്ങൾ കൊയ്യാൻ സാധ്യത കാണുന്നു. സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും കലാകാരന്മാർക്കും ഈ മാസം സർഗാത്മകതയുടെ കാലമാണ്. തൃക്കേട്ട നക്ഷത്രക്കാരുടെ ബുദ്ധിശക്തി പുതിയ കണ്ടുപിടുത്തങ്ങൾക്കും ആശയവിനിമയങ്ങൾക്കും രൂപം നൽകാൻ സഹായിക്കും. വിദേശ രാജ്യങ്ങളിലെ പ്രോജക്ടുകളിൽ പ്രവർത്തിക്കാൻ അവസരം ലഭിക്കാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാവില്ല. സാമ്പത്തിക കാര്യങ്ങളിൽ 2026 ഓഗസ്റ്റ് മാസം സമ്മിശ്രമായ ഫലങ്ങളാണ് നൽകാൻ സാധ്യതയെങ്കിലും പോസിറ്റീവ് വശങ്ങൾക്കാണ് മുൻഗണന. നിലവിലുള്ള വരുമാനത്തിനു പുറമെ മറ്റ് സ്രോതസ്സുകളിൽ നിന്നും ധനം വരാൻ സാധ്യതയുണ്ട്. പഴയ കുടിശ്ശികകൾ തീർപ്പാക്കാനോ അല്ലെങ്കിൽ തടസ്സപ്പെട്ട് കിടന്ന ഇൻഷുറൻസ് തുകകൾ, ബോണസ് എന്നിവ ലഭിക്കാനോ ഇടയുണ്ട്. ഓണം വരുന്നതിനാൽ കുടുംബത്തിൽ ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. എങ്കിലും അത് നിങ്ങളുടെ സാമ്പത്തിക ഭദ്രതയെ ബാധിക്കാത്ത രീതിയിൽ മാനേജ് ചെയ്യാൻ സാധിച്ചേക്കും. ബുദ്ധിപരമായ സാമ്പത്തിക ആസൂത്രണം തൃക്കേട്ടക്കാർ ഈ മാസം ശീലിക്കുന്നത് നന്നായിരിക്കും. ഭൂമിയിലോ സ്വർണത്തിലോ നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ മാസം അനുകൂലമായ ചില അവസരങ്ങൾ കണ്ടേക്കാം. എന്നാൽ ഷെയർ മാർക്കറ്റ് പോലുള്ള മേഖലകളിൽ എടുത്തുചാടി നിക്ഷേപിക്കാതെ കൃത്യമായ പഠനം നടത്തുന്നത് ഉചിതമായിരിക്കും. ദീർഘകാലമായുള്ള ലോണുകൾ തിരിച്ചടച്ചു തീർക്കാനുള്ള വഴികൾ തെളിയാൻ സാധ്യതയുണ്ട്. ഇത് മാനസികമായി വലിയൊരാശ്വാസം നൽകും. പങ്കാളിയുമായി നിലനിന്നിരുന്ന ചെറിയ അസ്വാരസ്യങ്ങൾ ഓഗസ്റ്റ് മാസത്തോടെ പരിഹരിക്കപ്പെടാൻ സാധ്യതയുണ്ട്. പരസ്പര ധാരണയും വിട്ടുവീഴ്ച മനോഭാവവും ബന്ധത്തെ കൂടുതൽ ദൃഢമാക്കും. പങ്കാളിയുടെ ഭാഗത്തു നിന്നും വലിയ സാമ്പത്തികമോ മാനസികമോ ആയ പിന്തുണ ലഭിക്കാൻ ഇടയുണ്ട്. മക്കളുടെ പഠനത്തിലോ കരിയറിലോ ഉള്ള നേട്ടങ്ങൾ മാതാപിതാക്കൾക്ക് അഭിമാനം നൽകും. കുട്ടികളുമായി കൂടുതൽ സമയം ചെലവഴിക്കാൻ ഈ ഓണാവധിക്കാലം സഹായിക്കും. വീട് പുതുക്കി പണിയാനോ പുതിയ വീട്ടിലേക്ക് മാറാനോ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള പ്രാരംഭ നടപടികൾ തുടങ്ങാൻ ഈ മാസം അനുകൂലമായ സാഹചര്യങ്ങൾ ഒരുങ്ങിയേക്കാം. വിവാഹാലോചനകൾ നടത്തുന്നവർക്ക് അനുയോജ്യമായ പങ്കാളിയെ കണ്ടെത്താൻ സാധ്യതയുണ്ട്. പ്രണയബന്ധങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വീട്ടുകാരുടെ സമ്മതം ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. 2026 ഓണം ഓഗസ്റ്റ് മാസത്തിന്റെ അവസാന ഭാഗത്താണ് വരുന്നത്. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഈ വർഷത്തെ ഓണം സവിശേഷമായ അനുഭവങ്ങൾ നൽകാൻ സാധ്യതയുണ്ട്. ദൂരദേശങ്ങളിൽ താമസിക്കുന്ന ബന്ധുക്കൾ വീട്ടിലെത്താനും എല്ലാവരും ഒന്നിച്ച് ഓണം ആഘോഷിക്കാനും ഇടയുണ്ട്. ഇത് കുടുംബ ബന്ധങ്ങൾ പുതുക്കാൻ സഹായിക്കും. നാട്ടിലെ ഓണാഘോഷ പരിപാടികളിലോ ക്ലബ്ബ് പ്രവർത്തനങ്ങളിലോ നേതൃത്വപരമായ പങ്കുവഹിക്കാൻ നിങ്ങൾക്ക് അവസരം ലഭിച്ചേക്കാം. നിങ്ങളുടെ സംഘടനാ മികവ് അവിടെ പ്രശംസിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ചിങ്ങമാസത്തിലെ പൂക്കളവും ഓണസദ്യയും മനസ്സിന് വലിയ ഉന്മേഷം നൽകും. നെഗറ്റീവ് ചിന്തകളെ മാറ്റി നിർത്തി ജീവിതത്തെ പോസിറ്റീവായി കാണാൻ ഈ ആഘോഷങ്ങൾ നിങ്ങളെ പ്രേരിപ്പിക്കും. ആരോഗ്യത്തിന്റെ കാര്യത്തിൽ അതീവ ജാഗ്രത വേണ്ട മാസമാണിത്. എങ്കിലും പേടിക്കേണ്ട സാഹചര്യമില്ല. ഉദര സംബന്ധമായ അസ്വസ്ഥതകളോ അല്ലെങ്കിൽ കാലാവസ്ഥാ മാറ്റം മൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങളോ വരാൻ നേരിയ സാധ്യതയുണ്ട്. ഭക്ഷണകാര്യങ്ങളിൽ പ്രത്യേകിച്ച് ഓണസദ്യയുടെ സമയത്ത് നിയന്ത്രണം പാലിക്കുന്നത് നന്നായിരിക്കും. പതിവായ വ്യായാമം ശീലമാക്കുന്നത് ഊർജ്ജസ്വലത നിലനിർത്താൻ സഹായിക്കും. തൃക്കേട്ട നക്ഷത്രക്കാർ പൊതുവെ അല്പം ഉത്കണ്ഠയുള്ളവരാണ്. എന്നാൽ ഈ മാസം നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കാനുള്ള സാധ്യതകൾ കാണുന്നു. യോഗ, ധ്യാനം എന്നിവയിലൂടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കും. പണ്ട് നടന്ന മോശം കാര്യങ്ങളെക്കുറിച്ച് ആകുലപ്പെടാതെ ഭാവിയെക്കുറിച്ച് ശുഭപ്രതീക്ഷ പുലർത്താൻ നിങ്ങൾക്ക് കഴിയും. പഠനത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുന്ന മാസമാണിത്. കഠിനാധ്വാനം ചെയ്താൽ പരീക്ഷകളിൽ ഉന്നത വിജയം നേടാനുള്ള സാധ്യതയുണ്ട്. തൃക്കേട്ടക്കാരുടെ ബുദ്ധിശക്തി ഗവേഷണ സ്വഭാവമുള്ള പഠനങ്ങൾക്ക് ഏറെ അനുയോജ്യമാണ്. വിദേശത്ത് ഉപരിപഠനത്തിനോ ജോലിക്കോ ആയി ശ്രമിക്കുന്നവർക്ക് വിസ സംബന്ധമായ തടസ്സങ്ങൾ നീങ്ങാൻ സാധ്യതയുണ്ട്. അപ്രതീക്ഷിതമായ ചില യാത്രകൾ ഈ മാസം നടത്തേണ്ടി വന്നേക്കാം. അത് ബിസിനസ് സംബന്ധമായോ വിനോദയാത്രയോ ആകാം. എല്ലാം പോസിറ്റീവായി മുന്നേറുമ്പോഴും ചില കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുന്നത് ദോഷഫലങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും.
തൃക്കേട്ട നക്ഷത്രക്കാർ പെട്ടെന്ന് ദേഷ്യപ്പെടാനോ അല്ലെങ്കിൽ വെട്ടിത്തുറന്ന് സംസാരിക്കാനോ സാധ്യതയുണ്ട്. ഇത് അടുത്ത സുഹൃത്തുക്കളുമായോ ബന്ധുക്കളുമായോ ഉള്ള ബന്ധത്തിൽ വിള്ളലുണ്ടാക്കാൻ ഇടയുണ്ട്. അതിനാൽ സംസാരത്തിൽ മിതത്വം പാലിക്കുക. ജാമ്യം നിൽക്കുന്നതോ വലിയ തുകകൾ മറ്റൊരാൾക്ക് കടം കൊടുക്കുന്നതോ ഈ മാസം ഒഴിവാക്കുന്നത് നന്നായിരിക്കും. തിരിച്ചു കിട്ടാൻ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. പ്രധാനപ്പെട്ട ഫയലുകളിലോ കരാറുകളിലോ ഒപ്പിടുമ്പോൾ 2 തവണ വായിച്ചു നോക്കുക. ചെറിയ അശ്രദ്ധ വലിയ നഷ്ടങ്ങൾ വരുത്തിയേക്കാം. രാത്രികാല യാത്രകളിലും അമിത വേഗതയിലും നിയന്ത്രണം വേണം. വാഹനത്തിന്റെ അറ്റകുറ്റപ്പണികൾ കൃത്യസമയത്ത് തീർക്കാൻ ശ്രദ്ധിക്കുക. വിഘ്നങ്ങൾ നീങ്ങാനായി മാസത്തിന്റെ തുടക്കത്തിൽ ഒരു ഗണപതി ഹോമം നടത്തുന്നത് ഉചിതമാണ്. തൃക്കേട്ടയുടെ അധിപൻ ബുധനായതുകൊണ്ട് തന്നെ ബുധനാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയും വിഷ്ണു സഹസ്രനാമം ചൊല്ലുകയും ചെയ്യുന്നത് ഉത്തമമാണ്. കഴിയുന്ന രീതിയിൽ പാവപ്പെട്ടവർക്ക് ഭക്ഷണമോ വസ്ത്രമോ നൽകുന്നത് പ്രത്യേകിച്ച് ഓണക്കാലത്ത് വലിയ പുണ്യം നൽകും. ഇത് നിങ്ങളുടെ ജാതകത്തിലെ ദോഷഫലങ്ങളെ കുറയ്ക്കാൻ സഹായിച്ചേക്കാം. ഓം ഗം ഗണപതായ നമഃ അല്ലെങ്കിൽ ഓം നമോ നാരായണായ എന്നീ മന്ത്രങ്ങൾ ദിവസവും 108 തവണ ജപിക്കുന്നത് മനസ്സിന് ശാന്തിയും ഏകാഗ്രതയും നൽകും. കർഷകരായ തൃക്കേട്ടക്കാർക്ക് വിളവെടുപ്പിന്റെ കാലമാണ്. പ്രകൃതി കനിഞ്ഞാൽ നല്ല ആദായം ലഭിക്കാൻ സാധ്യതയുണ്ട്. ജൈവ കൃഷിയിൽ താല്പര്യമുള്ളവർക്ക് പുതിയ പരീക്ഷണങ്ങൾ നടത്താൻ അനുയോജ്യമായ സമയമാണ്. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ജനസമ്മതി വർദ്ധിക്കാൻ ഇടയുണ്ട്. എങ്കിലും എതിരാളികളുടെ നീക്കങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആസൂത്രിതമായ പ്രവർത്തനങ്ങളിലൂടെ വിജയം കൈവരിക്കാൻ സാധിക്കും. കുടുംബസ്വത്ത് സംബന്ധമായ തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അവ കോടതിക്ക് പുറത്ത് ഒത്തുതീർപ്പാക്കാനുള്ള ശ്രമങ്ങൾ വിജയിക്കാൻ സാധ്യത കാണുന്നു. 2026 ഓഗസ്റ്റ് മാസം തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം തടസ്സങ്ങളെ മാറ്റി നിർത്തി മുന്നേറാനുള്ള ഒരു ചാലക ശക്തിയാണ്. കർക്കിടകത്തിന്റെ പഞ്ഞമാസം മാറി ചിങ്ങത്തിന്റെ പൊൻവെയിൽ ഭൂമിയിൽ പതിക്കുമ്പോൾ അത് നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലും കരിയറിലും വലിയ മാറ്റങ്ങൾക്കുള്ള സാധ്യതകളാണ് തുറന്നിടുന്നത്. തൃക്കേട്ട നക്ഷത്രക്കാർ സ്വതവേ ബുദ്ധിശക്തിയുള്ളവരും ഏത് പ്രതിസന്ധിയിലും തളരാത്ത മനസ്സും ഉള്ളവരാണ്. ഈ ഗുണങ്ങൾ ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുത്തേണ്ട ഒരു മാസമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. കരിയറിലെ മാറ്റങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഈ മാസം നിങ്ങൾക്ക് മുന്നിൽ പുതിയ വാതിലുകൾ തുറക്കപ്പെടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതൊരു പുതിയ ജോലിയാകാം, നിലവിലെ ജോലിയിലെ സ്ഥാനക്കയറ്റമാകാം, അല്ലെങ്കിൽ ബിസിനസ്സിലെ പുതിയൊരു പങ്കാളിത്തമാകാം. സാമ്പത്തികമായി നോക്കുകയാണെങ്കിൽ ഐശ്വര്യപൂർണമായ ഒരു ചിങ്ങമാസമാണ് വരുന്നത്. എങ്കിലും ഓണം പോലുള്ള ആഘോഷങ്ങൾ വരുമ്പോൾ ചെലവുകൾ സ്വാഭാവികമായും വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ഇവിടെയാണ് നിങ്ങളുടെ സാമ്പത്തിക അച്ചടക്കം പരീക്ഷിക്കപ്പെടുന്നത്. അനാവശ്യമായ ആഡംബരങ്ങൾ ഒഴിവാക്കി ഭാവിയിലേക്കുള്ള നിക്ഷേപങ്ങൾക്ക് മുൻഗണന നൽകുന്നത് ദീർഘകാലാടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഗുണം ചെയ്യും. കുടുംബജീവിതത്തിൽ 2026 ഓണം ഒരു വലിയ ആഘോഷമായിരിക്കും. വിട്ടുനിന്ന ബന്ധുക്കൾ തിരിച്ചെത്തുന്നതും പഴയ പിണക്കങ്ങൾ മറന്ന് ഒത്തുചേരുന്നതും മനസ്സിന് വലിയ സമാധാനം നൽകും. തൃക്കേട്ട നക്ഷത്രക്കാർ കുടുംബത്തിലെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നതിൽ എന്നും മുന്നിലായിരിക്കും. ഈ മാസം നിങ്ങളുടെ ആ സ്വഭാവം ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാക്കാൻ സഹായിക്കും. ആരോഗ്യത്തിന്റെ കാര്യത്തിൽ പ്രതിരോധമാണ് ചികിത്സയേക്കാൾ ഉത്തമമെന്ന തത്വം ഈ മാസം നിങ്ങൾ പാലിക്കേണ്ടതുണ്ട്. വലിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യതയില്ലെങ്കിലും ചെറിയ അശ്രദ്ധകൾ ആഘോഷങ്ങളുടെ സന്തോഷം കുറയ്ക്കാൻ ഇടയാക്കരുത്. ചുരുക്കത്തിൽ 2026 ഓഗസ്റ്റ് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഒരു ഭാഗ്യമാസം എന്നതിനേക്കാൾ ഉപരി ഒരു കർമ്മമാസമാണ്. നിങ്ങൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്കും എടുക്കുന്ന കഠിനാധ്വാനത്തിനും അർഹമായ ബലം ലഭിക്കാനുള്ള സാധ്യതകൾ ഇവിടെ തെളിഞ്ഞു കാണുന്നു. നെഗറ്റീവ് ചിന്തകളെ പടിക്ക് പുറത്തു നിർത്തി പോസിറ്റീവ് ഊർജ്ജത്തോടെ ചിങ്ങപ്പുലരിയെ വരവേൽക്കുക. ഓണത്തിന്റെ സമൃദ്ധിയും ഐശ്വര്യവും നിങ്ങളുടെ ജീവിതത്തിലും കുടുംബത്തിലും നിറഞ്ഞു നിൽക്കട്ടെ. എല്ലാ തടസ്സങ്ങളും നീങ്ങി സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു.